ത്രിയേക ദൈവത്തിന് സ്തുതി. ഒരു സുപ്രഭാതം കൂടെ ഈ ഭൂമിയിലായിരിക്കാൻ തക്കവണ്ണം, നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ തക്കവണ്ണം നമ്മെ അനുഗ്രഹിച്ച ദൈവത്തെ ആദ്യമേ മഹത്വപ്പെടുത്തുന്നു. ക്രിസ്തു യേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും നമ്മുടെ അവസാനത്തെ വിജയങ്ങളെയോ പണത്തെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അംഗീകാരങ്ങളെയോ ആശ്രയിച്ചാണോ ഇരിക്കാറ്? കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കുമ്പോൾ മാത്രം സന്തോഷിക്കുകയും ചെറിയൊരു പരാജയം വരുമ്പോൾ തന്നെ തളർന്നു പോവുകയും ചെയ്യുന്ന അവസ്ഥയിലൂടെയാണോ നമ്മൾ കടന്നു പോകുന്നത്? പ്രിയ സഹോദരി സഹോദര, നമ്മുടെ ബാഹ്യമായ വിജയങ്ങൾക്കും നേട്ടങ്ങൾക്കും അപ്പുറം മാറ്റിമറിക്കാൻ കഴിയാത്ത ഒരു ദൈവിക ഐഡന്റിറ്റിയിൽ ഉറച്ചു നിന്നുകൊണ്ട് എങ്ങനെ ഒരു സ്ഥിരമായ സന്തോഷം നേടിയെടുക്കാം എന്ന് പഠിപ്പിക്കുന്ന വിശുദ്ധ വചനമാണ് എന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. വിശുദ്ധ ലൂക്കോസ് 10:20 വചനം ഇപ്രകാരം പറയുന്നു: എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിക്കുകയും. താൽക്കാലിക വിജയങ്ങളുടെ കെണിയിൽ വീഴാതെ നമ്മുടെ മനസ്സിനെ എങ്ങനെ ശാന്തമായി സൂക്ഷിക്കാം എന്ന് പഠിപ്പിക്കുന്ന ഒരു വചനമാണിത്. യേശുക്രിസ്തു തിരഞ്ഞെടുത്ത 70 അനുയായികൾ തങ്ങളുടെ വലിയൊരു ദൗത്യം കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്താണ് ഈ വചനം പറയുന്നത്. അവർ വലിയൊരു ആവേശത്തിലായിരുന്നു. അവർ യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു: കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഭൂതങ്ങൾ പോലും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. തങ്ങൾ വലിയ അത്ഭുതങ്ങൾ ചെയ്തു എന്ന അഹങ്കാരവും വലിയൊരു വിജയത്തിൻ്റെ ലഹരിയിലുമായിരുന്നു അവർ. എന്നാൽ അവരുടെ ചിന്തകളെ കൃത്യമായി തിരുത്തിക്കൊണ്ട് അവരുടെ സന്തോഷത്തിന് ഒരു വലിയ അടിത്തറപ്പാകാൻ വേണ്ടിയാണ് യേശു ഈ വാക്കുകൾ അരുളി ചെയ്യുന്നത്. ഈ വചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ: ഒന്ന്, ലോകത്തിലെ വിജയങ്ങളെക്കാൾ വലിയൊരു സന്തോഷമുണ്ട്. നമ്മൾ പലപ്പോഴും സന്തോഷം കണ്ടെത്തുന്നത് നല്ല ജോലി ലഭിക്കുമ്പോൾ, ബിസിനസ് നന്നായിട്ട് വിജയിക്കുമ്പോൾ, പണം ഒത്തിരി ലഭിക്കുമ്പോൾ, പ്രശസ്തി നേടുമ്പോൾ, കരിയറിലെ ഉയർച്ചകളുണ്ടാകുമ്പോൾ, ആളുകളുടെ പ്രശംസ ലഭിക്കുമ്പോൾ, അതായത് ഭൗതിക നേട്ടങ്ങളിലൂടെ. ഇവയെല്ലാം നല്ല കാര്യങ്ങളാണ് തീർച്ചയായും. പക്ഷെ ഇവ താൽക്കാലികമാണ്. ഇന്ന് ഉണ്ടാകാം, നാളെ ഇല്ലാതാകാം. പക്ഷേ ഇവ ഒന്നിനും ഹൃദയത്തിന് സ്ഥിരമായ സമാധാനം നൽകുന്നില്ല. കർത്താവ് പഠിപ്പിക്കുന്നത് ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല സന്തോഷിക്കേണ്ടത്, നിത്യമായ സന്തോഷം ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ്. അതെ, സ്വർഗീയ പ്രത്യാശയിലാണ്. നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലാണ് നാം സന്തോഷിക്കേണ്ടത്. നമ്മുടെ പേരുകൾ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന ബോധ്യം നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകും. രണ്ടാമതായി, നമ്മുടെ യഥാർത്ഥ തിരിച്ചറിയൽ എവിടെയാണ്? അത് സ്വർഗത്തിലാണ്. യേശു പറയുന്നു, നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഇത് അതിമഹത്തായ ഒരു വാഗ്ദാനമാണ്. ലോകത്തിൽ ആരും വാഗ്ദാനം ചെയ്യാത്ത ഒരു ഏറ്റവും വലിയൊരു പ്രോമിസാണ്. ലോകം നമ്മെ മറന്നേക്കാം, ആളുകൾ നമ്മുടെ പേരുകൾ ഓർക്കാതെ പോയേക്കാം. പക്ഷെ ദൈവം തൻ്റെ മക്കളുടെ പേരുകൾ അറിയുന്നു. നമ്മുടെ യഥാർത്ഥ തിരിച്ചറിയൽ നമ്മുടെ ജോലിയിലോ സമ്പത്തിലോ പ്രശസ്തിയിലോ ഈ ലോക നേട്ടങ്ങളിലോ അല്ല. നമ്മുടെ യഥാർത്ഥ തിരിച്ചറിയൽ, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ഞാൻ ദൈവത്തിൻ്റെ മകളാണ്. 3, വിജയങ്ങൾ നമ്മെ അഹങ്കാരികളാക്കും. ശിഷ്യന്മാർ അവരുടെ വിജയത്തിൽ അതിയായി അവർ സന്തോഷിച്ചു. അതിൽ തെറ്റൊന്നുമില്ല. അവർ വിചാരിച്ചു ഇതെല്ലാം ഞങ്ങളുടെ കഴിവുകൊണ്ടാണ്. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാണ് അതെല്ലാം നടത്തിയതെന്ന് അവർ മറന്നുപോയി. അതുപോലെ വിജയങ്ങൾ ചിലപ്പോൾ നമ്മെ അഹങ്കാരികളാക്കാം. യേശു അവരെ ഓർമ്മിപ്പിച്ചു, നമ്മുടെ നേട്ടങ്ങളല്ല നമ്മുടെ മൂല്യം നിശ്ചയിക്കുന്നത്, നമ്മുടെ ശക്തിയല്ല, ദൈവത്തിൻ്റെ കൃപയാണ് പ്രധാനപ്പെട്ടത്. ഇന്ന് നാം നേടിയതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് വിജയങ്ങളിൽ വിനയം ആവശ്യമാണ്. 4, നിത്യജീവിതത്തിൻ്റെ പ്രത്യാശ എല്ലാ ദുഃഖങ്ങളെയും അതിജീവിക്കുന്നു. ഈ ലോകത്തിൽ നമുക്ക് പരീക്ഷണങ്ങളും കഷ്ടതകളും ഒത്തിരി ഉണ്ടാകും. പക്ഷേ സ്വർഗത്തിൽ നമ്മുടെ പേരുകൾ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന സത്യം നമ്മെ ശക്തിപ്പെടുത്തും. ഈ പ്രത്യാശയാണ് ദുഃഖങ്ങളിൽ ധൈര്യം നൽകുന്നത്, പരാജയങ്ങളിൽ പ്രത്യാശ നൽകുന്നത്, ഭയങ്ങളിൽ സമാധാനം നൽകുന്നത്. ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ സമ്പത്ത് നിത്യ ജീവിതത്തിൻ്റെ ഉറപ്പാണ്. കാരണം താൽക്കാലികമായ വിജയങ്ങളുടെ ലഹരിയിൽ വീണു പോകാതെ നമ്മുടെ പേര് സ്വർഗത്തിൽ സുരക്ഷിതമായി വെച്ചിരിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. അവൻ്റെ സ്നേഹത്തിൽ നമ്മുടെ പേര് എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിൽ ഒരു പരാജയത്തിനും നമ്മെ തളർത്താൻ കഴിയില്ല. അതുകൊണ്ട് ഇനി സാഹചര്യങ്ങളെ കണ്ട് നമ്മൾ അമിതമായി തുള്ളിച്ചാടുകയോ തളരുകയോ വേണ്ട. ആത്മവിശ്വാസത്തോടെ ജീവിക്കുക. നമ്മുടെ സന്തോഷം സുരക്ഷിതമാണ്. ഈ ലോകത്തിലെ നേട്ടങ്ങൾ എല്ലാം താൽക്കാലികമാണ്. പക്ഷേ ദൈവവുമായിട്ടുള്ള ബന്ധം നിത്യമാണ്. നമുക്ക് സ്വയം ഒന്ന് ചോദിച്ചു നോക്കാം,
എൻ്റെ സന്തോഷം എവിടെയാണ്? ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളിലാണോ? അത് കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിലാണോ? എൻ്റെ ജീവിതം നിത്യജീവിതത്തിനായി ഒരുക്കപ്പെട്ടതാണ്. നമുക്ക് നമ്മുടെ വിജയങ്ങളിൽ അഹങ്കരിക്കാതെ ദൈവകൃപയിൽ സന്തോഷിക്കാം. ദൈവം തരുന്നതാണ് ഈ എല്ലാ വിജയങ്ങളും. അവൻ്റെ കൃപ കൊണ്ടാണ് നമ്മൾക്ക് ഇതെല്ലാം കിട്ടുന്നത്. നമ്മുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന മഹത്തായ പ്രത്യാശയിൽ നമുക്ക് ജീവിക്കാം. കർത്താവിൻ്റെ സന്നദ്ധയിൽ ഈ നിത്യജീവനുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കാം. കാരണം ലോകം നൽകുന്ന സന്തോഷം താൽക്കാലികമാണ്, എന്നാൽ ഈ കർത്താവ് നൽകുന്ന സന്തോഷം നിത്യമാണ്. കർത്താവ് നമ്മെ തൻ്റെ സമാധാനത്താലും പ്രത്യാശയാലും നിറയ്ക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികം സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട യേശുവേ, സ്വർഗീയ പിതാവേ, തന്നിരിക്കുന്ന ഈ നല്ല സമയത്തിനായി നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അഗാപ്പൻ ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന മക്കളെ ഇത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്നവരെയും നിന്റെ തൃപ്പാദത്തിലേക്ക് ഈ നിമിഷം തന്നെ ഭരമേൽപ്പിക്കുന്നു. കർത്താവേ, അവർ ഏത് സാഹചര്യത്തിലായാലും നിന്റെ ചിറകിൻ മറവിൽ അവരെ നീ മറച്ചു കൊള്ളണമേ. കഷ്ടപ്പാടും ദുരിതങ്ങളും അവരിൽ നിന്ന് തുടച്ചു മാറ്റണമേ. കർത്താവെ, അവരുടെ എത്ര വലിയ കഠിന രോഗങ്ങളായാലും കഠിന ദുഃഖങ്ങളായാലും കർത്താവ് ഈ നിമിഷം പരിഹാരം നീ മാത്രമാകുന്നു എന്ന് ഞങ്ങൾക്കറിയാം. കർത്താവ്, നിന്റെ മക്കൾക്ക് പരിഹാരം നൽകണമേ. ഞങ്ങൾ വചനത്തിൽ കേട്ടതുപോലെ കർത്താവ് നിന്റെ തൃപ്പാദത്തിലേക്ക് അടിയങ്ങളെ തന്നെ ഭരമേൽപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. കർത്താവ്, ഈ ലോകത്തിൻ്റെതായ ഒരു കാര്യങ്ങളും ഞങ്ങൾക്ക് വേണ്ട. കർത്താവ്, നിത്യജീവൻ അത് ഞങ്ങൾക്ക് ദാനമായി നൽകണമേ. കർത്താവ്, ഞങ്ങളുടെ കഴിവ് കൊണ്ട് ഞങ്ങൾ ഒന്നും നേടിയിട്ടില്ല. നീ ദാനമായി നൽകിയതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല. ഞങ്ങളുടെ മാതാപിതാക്കൾക്കായി സ്തോത്രം, ഞങ്ങളുടെ കുടുംബത്തിനായി സ്തുതിക്കുന്നു, പങ്കാളികൾക്കായി സ്തോത്രം, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം, സഹോദരി സഹോദരങ്ങൾക്കായി സ്തോത്രം, ജോലിക്കായി സ്തുതിക്കുന്നു, തന്നിരിക്കുന്ന സകല സാഹചര്യങ്ങൾക്കുമായി സ്തുതിക്കുന്നു. കർത്താവ്, നീ ദാനമായി അടിയങ്ങൾക്ക് നൽകിയതാണ് ഇതെല്ലാം. നിന്റെ തൃപാദത്തിലേക്ക് എല്ലാത്തിനെയും നിന്റെ തൃപാദത്തിലേക്ക് സമർപ്പിക്കുന്നു. വാഴ്ത്തി അനുഗ്രഹിക്കണമേ. നിന്റെ കൃപ കൂടെ ഇരുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവ്, നിന്റെ കൃപ ഇനിയുള്ള ജീവിതത്തിൽ അത് വഴികാട്ടിയായി ഇരുപ്പാൻ തക്കവണ്ണം നിന്റെ മക്കൾ ഓരോരുത്തരെയും നീ അഭിഷേകം ചെയ്യണമേ. എത്ര വലിയ ആഗ്രഹങ്ങളായിരുന്നാലും എത്ര വലിയ പ്രതിസന്ധികളായിരുന്നാലും കർത്താവെ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ അവരെ നിറയ്ക്കണേ. ഈ നിമിഷം അഭിഷേകം ചെയ്യണമേ. വെറും കൈയോടെ ജീവിപ്പാൻ തക്കോളം നീ അനുവദിക്കരുതേ. കർത്താവെ, ഇത്രത്തോളം നിന്റെ സ്നേഹം അവരെ നിറച്ച് കർത്താവെ നിന്റെ മക്കളായി അവരെ വളർത്തണമേ. ശിഷ്ട ജീവിതത്തിൽ നിന്നെ മാത്രം മാതൃകയാക്കി ജീവിപ്പാൻ അവരുടെ ജീവിതം കണ്ട് മറ്റുള്ളവർ ഇവൻ കർത്താവിൻ്റെ മകളാണ്, കർത്താവിൻ്റെ മകനാണ് എന്ന് പറയുവാൻ തക്കവണ്ണം നിന്റെ ദൈവിക ജ്ഞാനം കൊണ്ട് നിന്റെ മക്കളെ നിറയ്ക്കണമേ. അവരുടെ സാഹചര്യങ്ങളെല്ലാം മാറ്റിമറിച്ച് നിന്റെ കൃപ മൂലം മറ്റുള്ളവരുടെ മുമ്പിൽ ഉന്നതരാക്കണമേ. കർത്താവെ, എത്ര വലിയ പ്രതിസന്ധികളിലും കർത്താവ് നീ കൂടെ ഇരുന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തുതിക്കുന്നു. കർത്താവെ, സാമ്പത്തിക തകർച്ചയിലായിരിക്കുന്ന മക്കളെ ഇനി എങ്ങനെ മുമ്പോട്ട് പോകുമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്നവർ, ജീവിതം തന്നെ മടുത്തവർ, രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവർ, അതികഠിനമായ വേദനകളിൽ കടന്നു പോകുന്നവർ, കർത്താവെ, തിരസ്കരണത്തിലൂടെ വിഷമതകൾ അനുഭവിക്കുന്നവർ, ശാരീരിക രോഗങ്ങളാലും മാനസിക രോഗങ്ങളാലും വേദനകൾ അനുഭവിക്കുന്നത്, സകലവും തകർന്ന തരിപ്പണമായി ഇനി എനിക്ക് മുമ്പോട്ട് ജീവിതമില്ല എന്ന് കരുതുന്ന മക്കളെ, കർത്താവെ, ബിസിനസ്സിൽ പലതും ചെയ്തു, കർത്താവെ, നല്ല അനുഭവം കിട്ടിയില്ല, വിജയങ്ങൾക്ക് പകരം തോൽവിയായിരുന്നു. കർത്താവെ, നിന്റെ കൃപ ഈ നിമിഷത്തിൽ നിന്റെ മക്കളോട് കൂടെ ഇരുന്ന് നീ അഭിഷേകം ചെയ്യണമേ. നീ നിറയ്ക്കണമേ. കർത്താവെ, നിന്റെ കൃപ നിന്റെ മക്കളിൽ ചൊരിയണമേ. കർത്താവെ, മറ്റുള്ളവർക്ക് മാതൃകയായി ചെയ്യുവാൻ തക്കവണ്ണം നിന്റെ അഭിഷേകം ചെയ്യണമേ. നിത്യ പുസ്തകത്തിൽ കർത്താവെ, നിന്റെ ജീവന്റെ പുസ്തകത്തിൽ ഞങ്ങളുടെ പേരുകളെ ചേർത്ത് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ കൃപ ഇത്രത്തോളം നടത്തി ഇനിയുള്ള ജീവിതം നടത്തുമെന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി സ്തുതിക്കുന്നു, എല്ലാ സാഹചര്യങ്ങൾക്കുമായി സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച യേശുവിന്റെ പുനർനാമത്തിൽ തന്നെ ആമേൻ.